ഹരിമോനെ അകത്ത് കിടക്കും. സ്വന്തം തന്ത വരെ നിനക്കെതിരാ. വൃത്തിയായിട്ട് ഞങ്ങൾ എഴുതും. അല്ല സാറേ, ഇടുവാ പറഞ്ഞുതരാം. ഒന്ന് മാറിന്നോ. പോകുമ്പോ പുറത്തെ ചായക്കടന്ന് ഒരു ചായ കുടിച്ചു. 5 റുപ്യ അവിടെ കൊടുത്താ മതി. മനസ്സിലായ? ചായ കുടിച്ചോ 5 രൂപ കൊടുത്താ മതി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ചായ മാത്രമേ വെച്ചുള്ളൂ, കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാറുന്നില്ലേ? ഞാനാലോചിക്കണതേ എഡിസൺ വക്കീലിനെ കണ്ടിട്ട് മനുഷ്യമിഷനിൽ പോയല്ലോ. അതില് അകത്ത് കിടക്കണ ആളാ നീ. അത് നീ ഇപ്പൊ പുറത്ത് കറങ്ങി കിടക്കണതേ അയാൾക്ക് എന്തെങ്കിലും നക്കാപ്പിച്ചെന്ന് എന്റെ കിട്ടുന്നൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട്. അത് വേണ്ടല്ലേ? തൽക്കാലം വേണ്ട. അയാളെ നൈസായിട്ട് കൂട്ടാൻ വല്ല വഴി ഉണ്ടോന്ന് ആലോചിക്കാം. നമുക്കൊരു തോക്കി മേടിച്ചതല്ല. തോക്കിനെന്താ വില? വാങ്ങിക്കുമ്പോ ബൾക്കായിട്ട് വാങ്ങിച്ചോട്ടാ. പ്ലാറ്റ്ഫോമിൽ കത്തുടങ്ങിയല്ലോ. നീ ഇത് പറഞ്ഞ അച്ഛനെ കണ്ടാലോ? ഇത് കേട്ടണ്ടേ? അച്ഛനെ കണ്ട 2 ഗുണുണ്ട്. ഒന്നും നീ തെറ്റുകാരനല്ല എന്നുള്ളത് അച്ഛനെ ബോധ്യപ്പെടുത്താം. കേസിന് ഊരിപ്പോരാൻ വല്ല ക്യാഷ് അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് അച്ഛനെ കൊണ്ട് പറ്റും. പിന്നെ ആള് PP ആയിരുന്നല്ലോ. നിയമപരമായിട്ട് വല്ല നൂലാമാലകൾ ഉണ്ടെങ്കിൽ അതും സിമ്പിളായിട്ട് ഊരാം. അല്ല, എന്താ PP? പബ്ലിക് പ്രോസിക്യൂട്ടർ. പബ്ലിക് പ്രോസിക്യൂട്ടർ നല്ലതാ. ആള് ശമ്പളം എത്ര? അല്ല വേണ്ട, ഞാൻ നോക്കിക്കോളാം. പഠിച്ചില്ലേ? പോവാല്ലേ? ആ സത്യം എന്റെ ഭാഗത്തല്ലേ? കാര്യങ്ങൾ പറഞ്ഞ അച്ഛന് മനസ്സിലാവും. പിന്നെ പോലീസ് തന്നെ ഫംഗ്ഷൻ കൊടുക്കാനാ പറയാ. ആ തോക്കിന്റെ കേസ് ഇറക്കില്ലട്ടാ. നമുക്ക് നല്ല കൂട്ടുക്കല് കൊടുക്കാം. ഹരിമോനെ ഇവിടെ വന്നിരിക്കല്ലേ? പോയാലോ? മോനെ ഹരി
ഇപ്പൊ ഒരു മിനിറ്റ്. ഹരീനെ പോലീസ് ഉപദ്രവിച്ച് കാണോ? എനിക്കറിയില്ല. നിങ്ങളുടെ മോൻ നിങ്ങളുടെ വീട്. പക്ഷെ അവ ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഹോം നേഴ്സായിട്ട് വേറെ ആളെ നോക്കേണ്ടി വരും. മോന്റെ കാര്യം അന്വേഷിക്കാനായിട്ടേ വിളിച്ചതാ. അച്ഛാ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താ അച്ഛനെന്താ ചെയ്യാ? ആദ്യം നിന്നെ കേൾക്കും, തിരുത്തുന്നുണ്ടോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ ഞാനും നീയും ആകലും. ഞാനവരെ കേട്ടു. ഇല്ല മോനെ ഹരി, പിള്ളേരെ കാണാനില്ലല്ലോ. നീ വല്ല ഉടായ്പ എങ്ങാനാണോ? പിള്ളേരല്ലേ, ഉടായ്പൊക്കെ ഉണ്ടാവും. കമ്മീഷന്റെ കാര്യം മറക്കരുത് കേട്ടാ. എത്ര സമയടാ? ഞാൻ പോരട്ടാ, കുറച്ച് ഫോട്ടോ എടുക്കണേ. സാറേ, ഇത്രയും പൈസ പെട്ടെന്ന് ഇപ്പൊ കിടക്കാനേ? ഇത് പറയാനാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ല സാറേ, ഒരു പ്രൈവസി ആയിക്കോട്ടെ വെച്ചിട്ട് അവകാശം കൂടി കിട്ടുമോ? ഹരിമോനെ, സാധാരണ പ്രതികളോട് പെരുമാറുന്നത് പോലെ എല്ലാം നിന്നോട് ഞാൻ പെരുമാറുന്നു. ആണോ? നിന്റെ അച്ഛനോടുള്ള സ്നേഹത്തിന്റെ പുറത്താ. അച്ഛനറിയോ? കരുണാകരൻ സാറിനെ അറിയാത്ത ആരാളുള്ളത്? കരുണാകരൻ സാറിന്റെ കുടുംബത്തിലൊരു പ്രശ്നം, അപ്പൊ എന്റെ കൂടി പ്രശ്നമാണ്. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെടാപാട് വിടുന്നത്. മനസ്സിലായ? അത് വല്ലത് ഇവനറിയോ? മനസ്സിലാവാണ്ടല്ലോ സാറേ. 2 ദിവസത്തെ ഗ്യാപ്പ് എനിക്ക് വേണം. 2 ദിവസം മതി. നോക്കോ. ആ പിന്നെ ഹരിമോനെ, ഇതിലൊരു ഉറുപ്പ്യ ഈ സാധാരണ സാറിന് വേണ്ട. ഇതൊക്കെ മുകളിലേക്ക് പോവും. ഈ കരുണാകരൻ സാറിന്റെ കുടുംബത്തില് ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സദാനന്ദൻ സാർ ഈ പെടാപാട് വിടുന്നത്. മനസ്സിലായ? ഹലോ ടാ. ഹരിമോനെ, ചായ കുടിക്കണം. ചായ കുടിക്കാം. ശരിയാക്കുന്ന സാറേ. നോക്കോ. അച്ഛൻ്റെ മെസ്സേജ് നോക്കിയേ. ഗൂഗിൾ പേലാ? സൈഡ് വഴി. അച്ഛനൊന്ന് കാണണം. മോൻ വരൂ. ശരിയാ, ചെറിയ മോനുണ്ടാ. നാട്ടുപോയി ഡ്രസ് ചെയ്ത് കൊടുക്കുന്നു. നിനക്കുള്ള ഡ്രസ് ഇവിടെ ഉണ്ട് കേട്ടാ. ഓക്കെ. ഹലോ. ആ ശരി ശരി. ആ വഴി ഉണ്ടാക്കാം. ആർക്കും ബ്ലഡ് വേണമെന്ന്.